ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഫലൂദ സേവാണ്. ഞാൻ കുൾഫി ഫലൂദ ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണിത്. നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് റെഡിയാവും. പക്ഷേ എന്ത് ഫുഡും നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതിൻ്റെ തൃപ്തിയൊന്നും വേറെ തന്നെയല്ലേ. അതുകൊണ്ട് നമുക്കിതെങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഫലൂദ സേവ് പിഴിഞ്ഞെടുക്കാനുള്ള സേവനാഴി റെഡിയാക്കി വെക്കാം. ഞാൻ അതിനു വേണ്ടി ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇടിയപ്പത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇതുപോലെ കുറേ ഹോൾസുള്ള അച്ച് തന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ സേവനാഴിയിലേക്ക് നമുക്ക് എല്ലാ ഭാഗത്തും ഓയിൽ പുരട്ടി കൊടുക്കാം. ഒരു ബ്രഷ് വെച്ചോ മറ്റോ ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഓയിൽ പുരട്ടി നമുക്കിത് മാറ്റി വെക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള സേവനാഴിയാണ് ഉള്ളതെങ്കിൽ ഇത് എടുത്താൽ മതി. എൻ്റെ ഇത് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മറ്റേത് എടുത്തത്. ഇതുപോലുള്ളതായാലും മതിയാവും. ഏത് ടൈപ്പ് സേവനാഴിയായാലും കുഴപ്പമില്ല, നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റണം, അത്രയേ ഉള്ളൂ. ഇനി ഒരു പാത്രത്തിൽ ഞാൻ നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. നന്നായി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വെള്ളമാണിത്. ഇങ്ങനെ ഒരു പാത്രം നിറയെ ഈ വെള്ളം എടുത്ത് വെക്കുക. അതുകൂടാതെ ഈ പാത്രത്തിലേക്ക് നമുക്ക് അല്പം ഐസ് ക്യൂബ്സും കൂടി ആഡ് ചെയ്യാം. നമ്മളിനി ഫലൂദ സേവ് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ ഇതിൽ വീണ്ടും അല്പം ഐസ് ചേർക്കും. തൽക്കാലം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫലൂദ സേവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളം കൂടി ചേർക്കുക. മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കോൺഫ്ലോർ വളരെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ മിക്സ് ആയിക്കോളും, ഒട്ടും കട്ടയൊന്നും പിടിക്കില്ല. ഇതിവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കാം. ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കണം, തീ കൂട്ടി വെക്കരുത്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാവും. ഇതിന് കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഇത് കട്ടിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കട്ടിയായി വരുന്ന സമയത്ത് അവിടെ ഇവിടെയായിട്ട് കട്ട പിടിച്ചതുപോലെ തോന്നും, അത് കുഴപ്പമില്ല. ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ അത് നല്ല സ്മൂത്ത് ആയിക്കോളും. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. ആദ്യം ഇതുപോലെ അവിടെ ഇവിടെയായിട്ട് കട്ട പിടിച്ചതുപോലെയാണ് ഉണ്ടാവുക. ഇതുപോലെ വെള്ളം വറ്റി വരുന്ന സമയത്ത് ഇത് നല്ല സ്മൂത്തായിട്ട് വരും. ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇതിന് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ഗ്ലോസി ഫിനിഷിങ്ങിലുള്ള സമയത്ത് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഞാനിത് നിങ്ങൾക്ക് ഇതിൻ്റെ പാകം കാണിച്ചു തരാം. ഇത് ലൂസായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലേക്ക് പിഴിഞ്ഞിടുമ്പോൾ ഇത് മെൽറ്റായി പോവും. ഈ ഒരു പാകത്തിൽ തന്നെ ഉണ്ടായിരിക്കണം. നമ്മൾ സ്പൂണിലൊക്കെ കോരി കഴിഞ്ഞാൽ താഴെ വീണു പോവാത്ത അത്രയും ഒരു കട്ടിയിലായിരിക്കണം ഇത് എടുക്കേണ്ടത്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഐസ് വാട്ടറിലേക്ക് ഞാൻ അല്പം കൂടി ഐസ് ചേർക്കുകയാണ്. ഈ വെള്ളം അത്രയും തണുപ്പുണ്ടായിരിക്കണം, എന്നാലേ നമ്മുടെ ഫലൂദ സേവ് നന്നായി കിട്ടുള്ളൂ. ഇനി ഈ കോൺഫ്ലോർ മിക്സ് നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ പുരട്ടി വെച്ച സേവനാഴിയിലേക്ക് മാറ്റാം. നല്ല ചൂടുണ്ടാവും, കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക. ഈ സേവനാഴിയിൽ കൊള്ളുന്ന അത്രയും ഈ കോൺഫ്ലോർ മിക്സ് ചേർത്തതിന് ശേഷം നമുക്കിതിൻ്റെ മൂടിയിടാം. എൻ്റെ കൈ പൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് പിടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മൂടിയിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഐസ് വാട്ടറിലേക്ക് ഇത് പിഴിയാം. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് പിഴിഞ്ഞെടുക്കുക. ഒരേ ഭാഗത്ത് തന്നെ മുഴുവൻ ഒന്നിച്ച് പിഴിയരുത്. അതുപോലെ നമ്മളിത് നല്ല ചൂടോടുകൂടി പിഴിഞ്ഞാൽ ഇത് ശരിയാവുള്ളൂ. ഞാനിത് 3-4 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് ഫ്ലോപ്പായ സംഭവമാണ്. പിന്നെയാണ് എനിക്കിത് ശരിയായി കിട്ടാൻ തുടങ്ങിയത്. നമ്മൾ ചൂട് കുറച്ചിട്ട് പിഴിയാൻ വെയിറ്റ് ചെയ്ത് നിന്നാൽ ഇത് ശരിയാവുന്നില്ല. ഇതൊരു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞ് പോവുകയാണ്. ചൂടോടുകൂടി തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ വേണം ഇത് പിഴിഞ്ഞെടുക്കാൻ. വെള്ളത്തിൻ്റെ തണുപ്പ് കുറഞ്ഞാലും ഇത് നന്നായി കിട്ടില്ല. ഇതിപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല നീളത്തിലുള്ള സേവ് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, വെള്ളത്തിൻ്റെ അടിയിൽ നല്ല നീളത്തിലാണ് ഇത് കിടക്കുന്നത്. ഞാനൊരു ഫോർക്ക് വെച്ച് ഇത് കാണിച്ചു തരാം.
നല്ല നീളത്തിൽ നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയും. മാത്രമല്ല നമ്മളിപ്പോൾ ഉണ്ടാക്കിയ 1/2 കപ്പ് കോൺഫ്ലോറിൻ്റെ ഈ ഫലൂദ എന്ന് പറയുന്നത് ഒരു 5-8 ഗ്ലാസ് ഫലൂദക്ക് യൂസ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, കൂടുതലൊന്നും ഉണ്ടാവില്ല. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഫലൂദ സേവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്